بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله يحب المتقين. ഏറെ ബഹുമാനമുള്ള ഇസ്ലാഹി സെൻ്ററിൻ്റെ ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ കഴിയുന്നത്ര പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് സ്വന്തത്തോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയവ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ യഥാർത്ഥ മുത്തഖിയായി മുവഹിദായി മരണപ്പെടുവാനും അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ആദരിച്ചിട്ടുള്ള വിശുദ്ധ റമദാൻ മാസം ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ കഴുകിക്കളയാനും അവൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാനുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു മഹനീയമായ അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് നൽകുന്നത്. വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ പല രീതികളിൽ ആ റമദാനിനെ സ്വീകരിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീടുകളൊക്കെ നന്നായി പെയിൻ്റ് അടിച്ച്, അതേപോലെ തന്നെ റമദാനിന് വേണ്ട ഭക്ഷണ വിഭവങ്ങൾ, അതിൻ്റെ പൊടിയും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ച്
ബാഹ്യമായ ചില മാറ്റങ്ങൾക്ക് ചില ആളുകൾ തുനിയാറുണ്ട്, അത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതലായി റമദാൻ കടന്നു വരുമ്പോൾ അതിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള തിന്മകൾക്ക് ഒരു പരിഹാരം വരുത്തുവാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ആലോചിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് റമദാൻ വരുമ്പോൾ നമ്മൾ ആദ്യമായി മനസ്സിൽ കാണേണ്ട ഒരു കാര്യം. എന്തുകൊണ്ട് മറ്റു മാസങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകളും ചില ആദരവുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന് കൊടുത്തു? നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ പടച്ച അന്നു മുതൽക്കു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മാസങ്ങൾ 12 ആണ്. ഈ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഇത് ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ 4 മാസങ്ങളിൽ പെടുത്താതെ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നിർത്തി. കാരണം ഈ 4 മാസങ്ങൾ യുദ്ധം ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ അക്രമ പ്രവർത്തനങ്ങളൊന്നും അനുഷ്ഠിക്കാൻ പാടില്ലാതെ അള്ളാഹു യുദ്ധം വിരോധിച്ചിട്ടുള്ള 4 മാസങ്ങളാണ്. എന്നാൽ അതിൽ പെടുത്താതെ, അഷ്ഹറുൽ ഹുറുമിൽ പെടുത്താതെ അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ആ വിശുദ്ധ റമദാനിലാണ് നമുക്കറിയാം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം റമദാനിലാണ്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ലോകത്തേക്ക് അവതരിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 4 വേദഗ്രന്ഥങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ തൗറാത്തും, അതുപോലെ തന്നെ ഇഞ്ചീലും, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സുഹ്ഫുമൊക്കെ അവർക്ക് നൽകപ്പെട്ടത് റമദാനിലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി തൻ്റെ സഹീഹയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 1575 ഹദീസായിക്കൊണ്ട് ഷെയ്ഖ് അൽബാനി രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഉൻസിലത്ത് സുഹ്ഫ് ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമദാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട സുഹ്ഫ് ഏടുകൾ റമദാനിൻ്റെ 1-ാമത്തെ രാത്രിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. വഉൻസിലത്ത് തൗറാത്തു ലിസിത്തി മദീന മിൻ റമദാൻ. തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കൊടുത്തിട്ടുള്ളത് റമദാനിൻ്റെ 7 രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ്. 6 രാത്രികൾ കഴിഞ്ഞതിന് ശേഷമാണ് 7-ാമത്തെ രാത്രി. വൽ ഇൻജീലു ലി 13 ഖലത്ത് മിൻ റമദാൻ. അതേപോലെ തന്നെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഇഞ്ചീൽ റമദാനിലെ 13 രാത്രികൾ കഴിഞ്ഞതിന് ശേഷം. വഉൻസിലൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത് ലിഅർബഇ മിൻ റമദാൻ, റമദാനിലെ 24 ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ അഖിലവും അല്ലെങ്കിൽ അധികവും റമദാനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണിത്? കാരണം അത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ പടക്കുകയും ആ പടച്ച കാര്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യും. ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ നിന്നാണ് 5 പ്രവാചകന്മാരെ, ഉൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്തത്. അതിൽ 2 ഖലീലുകൾ അള്ളാഹു തിരഞ്ഞെടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബിയും. ആ 2 ഖലീലുകളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തു. കോടിക്കണക്കിന് എണ്ണമറിയാത്ത മലക്കുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു തിരഞ്ഞെടുത്തു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പള്ളികളിൽ നിന്ന് 3 പള്ളികൾ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. അതിൽ തന്നെ മസ്ജിദുൽ ഹറാമിനും കഅബക്കും പ്രത്യേകത കൊടുത്തു. ഇതേപോലെ 12 മാസങ്ങളിൽ നിന്ന് 4 മാസങ്ങൾ വേറെ ചില പ്രത്യേകതകൾ കൊണ്ട് അള്ളാഹു തിരഞ്ഞെടുത്തു. അതിൽ പെടുത്താതെ റമദാൻ മാസത്തെ അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തു. ആ റമദാനിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ റമദാനിൽ തന്നെ, റമദാനിൻ്റെ പകലിലല്ല. ഈ ഹദീസിൽ കാണാം, സുഹ്ഫ് ഇബ്രാഹിം ആവട്ടെ,
ഇഞ്ചീലാവട്ടെ, തൗറാത്താവട്ടെ, വിശുദ്ധ ഖുർആനാവട്ടെ ഒക്കെ രാത്രിയിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, അനുഗ്രഹീതമായ രാത്രിയിലാണ് നാം ആ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. കാരണം വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്, നൂറാണ്. ആ പ്രകാശം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് രാത്രിയിൽ തന്നെയാണല്ലോ. വേദഗ്രന്ഥങ്ങൾ ആളുകൾക്കൊരു പ്രകാശം ധാരയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രകാശം ഏറ്റവും കൂടുതൽ ആവശ്യമായ സമയമാണ് രാത്രി. അല്ലെങ്കിൽ പ്രകാശത്തിന് മനുഷ്യന്മാർ ദാഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന സമയമാണ് രാത്രി. ഒരു ഡാർക്ക് ഏജ് എന്ന് പറയുന്ന ഇരുണ്ട യുഗത്തിൽ, ഒരു ഇരുണ്ട രാത്രിയിലാണ് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം ഉണ്ടായത് എന്ന് സാരം. അപ്പോൾ എന്തുകൊണ്ടും വെളിച്ചത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു സന്ദർഭമാണ് രാത്രി സമയം. അതുകൊണ്ട് തന്നെ റമദാനിൻ്റെ പകലിനേക്കാൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുകയും ധന്യമാക്കുകയും ചെയ്യേണ്ടത് റമദാനിൻ്റെ രാത്രികളിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ഓരോ രാത്രിയിലും വലില്ലാഹി ഉതഖാഉ മിനൻ നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാനിൻ്റെ രാത്രികൾ വദാലിക ഫീ കുല്ലി ലൈല, ഓരോ രാത്രിയിലും ചില ആളുകൾ, പ്രത്യേക സംഘം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് രാത്രിയിലാണ് സംഭവിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ മനപ്പാഠം പരിശോധിച്ചിരുന്നു. അത് രാത്രിയിലാണ് സംഭവിച്ചത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും രാത്രിയിലാണ്. ഇങ്ങനെ റമദാനിൻ്റെ രാത്രികൾ പരിശോധിച്ചാൽ അതിന് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രാത്രിയിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതാണ് മഹത്വം കൂടുതലായിട്ടുള്ളത്. ഇനി മാത്രവുമല്ല സഹോദരങ്ങളെ, നമുക്കറിയാം ഇസ്ലാമിൽ നോമ്പ് അല്ലെങ്കിൽ ഏതൊരു ഇബാദത്തിന്, ഏതൊരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ വർജിക്കണമെന്ന് പറഞ്ഞാൽ ആ കാര്യത്തിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ നല്ല ഒരു കാര്യം അല്ലെങ്കിൽ അതിനേക്കാൾ മുന്തിയ ഒരു കാര്യം അല്ലാഹു നമുക്ക് പകരം നൽകും എന്നുള്ളതിൽ തർക്കമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണപാനീയങ്ങളും നമ്മുടെ ശാരീരികവും അതുപോലെ തന്നെ നമ്മുടെ മറ്റു ആവശ്യങ്ങളുമെല്ലാം നമ്മൾ മാറ്റിവെക്കുന്നത് അതൊരു കേവലമായിട്ടുള്ള ഒരു ചടങ്ങായി നമ്മൾ മനസ്സിലാക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പിന്നിൽ അതിനേക്കാൾ നല്ലത് പകരം നൽകാനാണ്. ഉദാഹരണമായി വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, മൻ ശരിബൽ ഖംറ ഫിദ് ദുനിയ സുമ്മ ലം യതുബ് മിൻഹാ ഹുരിമഹാ ഫിൽ ആഖിറ, അല്ലെങ്കിൽ ഹറുമ ഫിൽ ആഖിറ. ആരെങ്കിലും ദുനിയാവിൽ മദ്യപിക്കുകയും ആ മദ്യപാനത്തിൽ നിന്ന് അവൻ തൗബ ചെയ്യാതെ മരണപ്പെടുകയും ചെയ്താൽ പരലോകത്ത് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം ഹറാമാക്കും, തടയും. എന്താണിത് പറയാൻ കാരണം? സൂറത്ത് മുഹമ്മദ് പരിശോധിച്ചാൽ കാണാം, മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂൻ, മുത്തഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള സ്വർഗം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർഗത്തിലെ 4 നദികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്ന് ശുദ്ധമായ വെള്ളത്തിൻ്റെ നദിയാണ്, അതുപോലെ തന്നെ മാറ്റങ്ങൾ വരുത്താത്ത പാലിൻ്റെ നദിയാണ്. മൂന്നാമത്തത് അൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശാരിബീൻ, കള്ളിൻ്റെ പുഴയാണ്, കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദനമുണ്ടാക്കുന്ന. അപ്പോൾ ആ സ്വർഗത്തിലെ മദ്യത്തിൽ നിന്ന് രുചിക്കണമെങ്കിൽ, തലവേദന ഉണ്ടാക്കാത്ത, മത്ത് പിടിപ്പിക്കാത്ത മദ്യം രുചിക്കണമെങ്കിൽ ദുനിയാവിൻ്റെ മദ്യത്തിൽ നിന്ന് അവൻ മാറി നിൽക്കണം. ഇതേപോലെ ഈ ദുനിയാവിൻ്റെ കുറച്ച് വിഭവങ്ങളിൽ നിന്ന് അവൻ മാറി നിന്നാൽ അവൻ്റെ നാവുകൾ രുചിച്ചിട്ടില്ലാത്ത, അവൻ്റെ മനസ്സ് കണ്ടിട്ടിരിക്കും ആലോചിച്ചിട്ട് പോലുമില്ലാത്ത ഭക്ഷണ വിഭവങ്ങളും സുഖസൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊടുക്കുമെന്നതാണ് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത്. അങ്ങനെയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദുനിയാവ് നമ്മൾ താൽക്കാലികമായി ഉപേക്ഷിക്കുന്നുണ്ടെങ്കിലും ആ ദുനിയാവിനേക്കാൾ നല്ലതൊന്ന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടാണ് നമ്മോട് ഇത് താൽക്കാലികമായി മാറി നിൽക്കാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉപദ്രവിക്കലോ അല്ലെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുത്തലോ അല്ല. അതാണ് അല്ലാഹ് പറഞ്ഞത്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചത്. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു ഇത് പറഞ്ഞത്. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അള്ളാഹു ഒരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഇനി സഹോദരങ്ങളെ, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഈ റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഈ റമദാനിലെ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി കൊണ്ട് വരേണ്ട കാര്യം എന്താണ്? അത് തഖ്വയാണ്.
യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് നോമ്പ്. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ബാഹ്യമായിട്ടുള്ള ചില കാട്ടിക്കൂട്ടലുകളും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ചില പ്രകടനങ്ങളും മാത്രമല്ല തഖ്വ എന്ന് പറഞ്ഞാൽ. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ കിതാബുൽ ഈമാന്റെ വിശദീകരണം തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ അൽ മുറാദു ബി തഖ്വ, തഖ്വ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഖായത്തുൻ നഫ്സി അനി ശിർക്കി വൽ അമാലി സയ്യ. ഒരു മനുഷ്യൻ ശിർക്കിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും തൻ്റെ നഫ്സിനെ സംരക്ഷിക്കുകയും വൽ മുവാലബത്തു അലൽ അമാലി സ്വാലിഹ, സൽക്കർമ്മത്തിൽ തൻ്റെ നഫ്സിനെ പതിവാക്കലുമാണ് എന്ന് പറഞ്ഞ നൈരന്തര്യം അവൻ കാണിക്കലുമാകുന്നു എന്ന. അപ്പോൾ ശിർക്കിൽ നിന്ന് മാറി നിന്നാലേ തഖ്വയുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് ആരംഭിക്കുന്നത്. ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നോമ്പ് നിർബന്ധമല്ല. കാരണം അവർ നോമ്പ് അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ലഇൻ അശ്റക്ത ലയഹ്ബത്തുൻ അമലുക, നബിയെ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ മുഴുവനും പൊളിഞ്ഞു പോകുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ശിർക്കിൽ നിന്നും തോന്നിവാസത്തിൽ നിന്നും വിട്ടുനിൽക്കുകയും നന്മയിൽ അവൻ നിരതനാവുകയും ചെയ്യുക, ഇതാണ് തഖ്വ. ഇത് ഒരു മനുഷ്യന് പരിശീലിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇബാദത്താണ് നോമ്പ്. നമസ്കാരത്തിലും സക്കാത്തിലും ഹജ്ജിലും ഇല്ലാത്തൊരു പ്രത്യേകത നോമ്പിൽ അതുണ്ട്. തൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം തൻ്റെ റൂമിൽ താൻ മാത്രമേ ഉള്ളൂ. ആ തൻ്റെ മുന്നിലിരിക്കുന്ന വെള്ളം ദാഹിച്ചു വലഞ്ഞ തനിക്ക് വേണമെങ്കിൽ കുടിക്കാം, പക്ഷെ അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് അവൻ മാറ്റി നിർത്തുന്നു. ആ വെള്ളം കുടിച്ചാലും ആളുകൾ ആരും അത് അറിയാൻ പോകുന്നില്ല. അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് തനിക്ക് വിലക്കപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് അവൻ മാറി നിൽക്കുക, അതാണ് തഖ്വ. അത് നോമ്പിലൂടെ നമ്മൾ പരിശീലിക്കുകയാണ്. ആ പരിശീലനത്തിൽ നമ്മൾ വിജയിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പിൻ്റെ വിജയം, അതാണ് നമ്മുടെ നോമ്പിൻ്റെ ലക്ഷ്യവും. ഇനി മാത്രമല്ല, ഒരു മനുഷ്യനെ പൂർണ്ണമായ തഖ്വയിലെത്തുന്ന എപ്പോഴാണ്? ഇമാം ബുഖാരിയുടെ തന്നെ സഹീഹുൽ ബുഖാരിൽ കിതാബുൽ ഈമാനിൽ കാണാം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ഇമാം ബുഖാരി ഇത് എടുത്തു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയാൻ ലാ യബ്ലുഗുൽ അബ്ദു ഹഖീഖത്തത് തഖ്വ ഹത്താ യദഅ മാ ഹാക ഫി സദർ. ഒരു മനുഷ്യൻ തഖ്വയുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല, അല്ലെങ്കിൽ ഒരാൾക്ക് തഖ്വ പ്രാപിക്കാൻ കഴിയുകയില്ല, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ എത്തുകയില്ല, അവൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം അവൻ ഉപേക്ഷിക്കുന്നത് വരെ. ശരിയാണോ തെറ്റാണോ സംശയമുണ്ട്. അതൊരു ഒരു ഒരു മാനസിക സംതൃപ്തിയോട് കൂടിയല്ല അവനൊരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത്, അത് സംശയം അവന് ബാക്കിയുണ്ട്. അങ്ങനെ സംശയം ബാക്കിയായ പ്രവർത്തനങ്ങൾ അവൻ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ അവന് തഖ്വയുടെ പൂർത്തീകരണം സംഭവിക്കുകയുള്ളൂ എന്നാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വിശദീകരണത്തിൻ്റെ ഈ ഹദീസ് കൊടുത്തിട്ട് അതിൻ്റെ ശറഹിൽ ഇബ്നു ഹജർ അസ്ഖലാനി അബൂ ദർദാ റളിയല്ലാഹുവിൻ്റെ ഒരു വിശദീകരണം കൂടി കൊടുക്കാൻ. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? തമാമു തഖ്വ, ഒരു മനുഷ്യൻ്റെ തഖ്വ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? അൻ തത്തഖില്ലാഹ ഹത്താ തത്റുക മാ തറ അന്നഹു ഹലാൽ ഖശ്യത അൻ യകൂന ഹറാമൻ. ഒരു മനുഷ്യൻ തനിക്കത് ഹലാലായി കാണുന്നു, അത് അനുവദനീയമാണ് അയാൾക്ക്, പക്ഷേ ആ അനുവദനീയമായ കാര്യം പോലും അയാൾ അത് ഹറാമായി പോകുമോ എന്ന് ഭയന്നിട്ട് അയാൾ അത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ വരുമ്പോഴാണ് അയാൾക്ക് തഖ്വയുടെ പൂർത്തീകരണം സംഭവിക്കുക എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും അല്ലെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയാലും ആ അബദ്ധത്തെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് ആരുടെയെങ്കിലും പക്കൽ നിന്നതിന് വല്ല അനുകൂലമായ ഫത്വകളോ അല്ലെങ്കിൽ സംസാരങ്ങളോ കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടന്ന് അവസാനം ഫത്വ കിട്ടുന്ന അതിൽ സംതൃപ്തരാകുന്ന ആളുകൾ നമ്മൾ. എന്നാൽ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ അങ്ങനെ ഒരു കാര്യം ഹലാലാണ് അയാൾക്ക്, പക്ഷേ അതും അയാൾ ഭയപ്പെടാതെ ഹറാമിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഇത് ഹറാമായി പോകുമോ എന്ന ഭയം കാരണം അയാൾ ആ ഹലാലിനെ പോലും ഉപേക്ഷിക്കുന്നൊരു ഘട്ടം ഒരാൾക്കുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ തമാമു തഖ്വ, തഖ്വയുടെ ഏറ്റവും പൂർത്തീകരണമെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാൻ. സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ റമദാനിലൂടെ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ, നമ്മുടെ സാമൂഹിക ഇടപെടലുകളിൽ നമുക്ക് ദോഷമുണ്ടാകും, അല്ലെങ്കിൽ മനസ്സിന് ചൊറിച്ചിലുണ്ടാകുന്ന കാര്യം വീണ്ടും 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 അത് ചെയ്ത് ന്യായീകരിച്ച് ആ ഹറാമിലോ
അല്ലെങ്കിൽ ഹറാമിലേക്ക് പോകാൻ സാധ്യതയുള്ള കാര്യത്തിലോ നമ്മൾ ജീവിതം തുറത്തുകയാണെങ്കിൽ റമദാനിൽ കൊണ്ട് റമദാനിൻ്റെ നേട്ടമായ തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റമദാനിൽ നമ്മളതിന് പരിശീലനം നമ്മൾ സിദ്ധിച്ചേ മതിയാകും. അഥവാ തഖ്വ റമദാൻ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. ഇതാണ് റമദാനിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം. ആളുകൾക്കിടയിൽ തഖ്വ ഉണ്ടാക്കുക. തഖ്വ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വർഗത്തെപ്പറ്റി അല്ലാഹു പറഞ്ഞ എന്താ? ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ളതാണ് സ്വർഗം. മാത്രമല്ല ഈ നോമ്പിനെ ലക്ഷ്യമായിക്കൊണ്ട് പഠിപ്പിച്ചു, അത് മുത്തഖീങ്ങളായ ആളുകൾക്കുള്ളതാണ് ഈ നോമ്പിന്. വിശുദ്ധ ഖുർആനിൻ്റെ ഹിദായത്തുമൊക്കെ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ തഖ്വയും അതുപോലെ തന്നെ ആ തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു മനുഷ്യൻ്റെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടാക്കുക എന്നതാണ് നോമ്പിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ തഖ്വ ലഭിക്കാതെ ഒരു മനുഷ്യൻ എത്ര കാലം നോമ്പനുഷ്ഠിച്ചിട്ടും കാര്യമില്ല. കാരണം അവൻ്റെ നോമ്പ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ അവന് കഴിയുന്നില്ല എന്നതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി മാത്രമല്ല സഹോദരന്മാരെ, ഈ തഖ്വയുള്ള മനുഷ്യന്മാരാണ് ആളുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യന്മാരും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നവരും. അള്ളാഹ് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. മുത്തഖീങ്ങളായ ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അത്തഖയായ, അത്തഖ എന്ന് പറഞ്ഞാൽ അഫ്അൽ വസനിൽ പറഞ്ഞാൽ ഏറ്റവും തഖ്വയുള്ള ആൾ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ. അക്രമക്കും ഏറ്റവും മാന്യനായ ആൾ, ഏറ്റവും തഖ്വയുള്ളവരാണ്. അവൻ്റെ സാമ്പത്തികമായോ അല്ലെങ്കിൽ അവൻ്റെ ശാരീരിക വൈകല്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും അള്ളാഹു പരിഗണിക്കുന്നില്ല. അവൻ്റെ തഖ്വയിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ തഖ്വയുടെ ഉത്ഭവം അല്ലെങ്കിൽ ആ തഖ്വ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ നോമ്പ് കൊണ്ട് നമ്മളുടെ ലക്ഷ്യമായി നമ്മൾ കാണേണ്ടത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട നേട്ടം അല്ലെങ്കിൽ നമുക്കുണ്ടാകേണ്ട നേട്ടം എന്താ? നമ്മുടെ തിന്മയിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള തിന്മകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അത് മാപ്പിരന്ന് പടച്ച റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങാൻ ഒരവസരം ഇത് നമ്മുടെ നോമ്പിലൂടെ നമുക്ക് കൈവരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വജാരിഹി. ഒരു മനുഷ്യൻ്റെ പരീക്ഷണമെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കുന്നത് അയാളുടെ കുടുംബത്തിലാണ്, അയാളുടെ സമ്പത്തിലാണ്, അയാളുടെ അയൽവാസിയിലാണ്. നിങ്ങൾ നോക്കൂ, ഈ മൂന്ന് കാര്യത്തിലാണ് അള്ളാഹു പരീക്ഷിക്കുക. കുടുംബത്തെ നന്നാക്കി പരീക്ഷിക്കും, കേടുവരുത്തി പരീക്ഷിക്കും. സമ്പത്ത് കൊടുത്തു പരീക്ഷിക്കും, കൊടുക്കാതെ പരീക്ഷിക്കും. അയൽവാസിയെ നന്നാക്കി പരീക്ഷിക്കും, നന്നാക്കാതെ പരീക്ഷിക്കും. ഇതിലെല്ലാം പരീക്ഷണമാണ്. അപ്പോൾ തൻ്റെ കുടുംബത്തിലും അയൽവാസിയിലും സമ്പത്തിലും വരുന്ന പരീക്ഷണങ്ങൾ, വരുന്ന വീഴ്ചകൾ തുക്കഫിറുഹ, അതിന് പരിഹാരം എന്താണ്? അസ്വദഖത്തു വസ്സിയാം, അസ്വല, നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും. അസ്വലാത്തു വസ്സിയാം വസ്സദഖ, നോമ്പും അതുപോലെ തന്നെ നമസ്കാരവും അതേപോലെ തന്നെ സ്വതക്കകളുമാണ്. അപ്പം നോമ്പ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായിട്ടുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ആ പാപത്തിലൂടെ ആ ഇബാദത്തിലൂടെ അവൻ അള്ളാഹുലേക്ക് അടുക്കുകയും ആ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നതിലൂടെ അവൻ യഥാർത്ഥത്തിൽ ശുദ്ധനായി തീരുകയും ചെയ്യും. ഇതാണ് നോമ്പിലൂടെ നമ്മൾ ലക്ഷ്യമായി കാണേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള തെറ്റുകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറയാൻ സഹോദരന്മാരെ ഈ റമദാനിൽ നമ്മൾ സമയം കാണേണ്ടതുണ്ട്. ഞാനും നിങ്ങളുമൊക്കെ റമദാനിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഒഴിവും അല്ലെങ്കിൽ സമയങ്ങളും ഉണ്ടാകാം. പക്ഷെ അതിനിടക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനിടക്ക് നമ്മുടെ തിന്മകൾ പടച്ച റബ്ബിനോട് ഏറ്റുപറഞ്ഞ് അത് മനസ്സ് തുറന്ന് അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞാൽ അത് അള്ളാഹു സ്വീകരിക്കും. ചെറിയ ചെറിയ തിന്മകൾ ഒരുപക്ഷെ അള്ളാഹു ചെറിയ ചെറിയ അമലുകൾ കൊണ്ട് പുറത്തു കൊടുത്തേക്കാം. പക്ഷെ വലിയ തിന്മകൾ ഒരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അത് ഇസ്തിഗ്ഫാറിലൂടെ അള്ളാഹുവിനോട് തൗബ ചോദിക്കുന്നതിലൂടെ മാത്രമേ അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ എന്നാണ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വൻപാപമാണെങ്കിൽ അള്ളാഹു തൗബ ചെയ്താലേ പുറത്തുള്ളൂ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസം വന്നു കഴിഞ്ഞാൽ തൗബകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുകയും ആ പാപമോചനം നമ്മൾ നേടുവാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുകയും അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുൽ മുഅ്മിനൂൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികൾ നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് മുഴുവനായിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക,
നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം തന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നവരായേക്കാം എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, ഈ റമദാൻ വരുമ്പോൾ അല്ലെങ്കിൽ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന വലിയ വലിയ നിഅമത്തുകൾ. ഈ റമദാനിൽ ഒരു മനുഷ്യനെ വേണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവൻ്റെ തഖ്വയെ പരിശോധിക്കാം. പക്ഷെ അല്ലാഹു ചെയ്തത് അതല്ല. അവന് തിന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറച്ചു കൊടുക്കുകയും നന്മയ്ക്കുള്ള സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയുമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ റമളാനു ഫുതിഹത് അബ്വാബുൽ ജന്ന. റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽ ഒരു വാതിൽ പോലും അടക്കപ്പെടുകയില്ല. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. ആ 8 വാതിലുകളും അല്ലാഹു മലക്ക് തുറന്നു വെക്കും. അതിൽ ഒരു വാതിൽ പോലും അല്ലാഹു അടച്ചു വെക്കുകയില്ല. അതേപോലെ തന്നെ വഗുല്ലിഖത് അബ്വാബുൻ നീറാൻ, നരകത്തിൻ്റെ വാതിലുകൾ അല്ലാഹു അടച്ചു വെക്കും. ഫലം യുഫ്തഹു മിൻഹാ ബാബുൻ, അതിൽ ഒരു വാതിൽ പോലും അല്ലാഹു തുറന്നു വെക്കുകയില്ല. അപ്പോൾ നരകത്തിൻ്റെ വാതിലുകൾ അടച്ച് ഭദ്രമാക്കി സ്വർഗത്തിൻ്റെ വാതിലുകൾ അല്ലാഹു തുറന്നു വെക്കുകയാണ്. നരകത്തിന് 7 വാതിലുകളുണ്ട്. ലഹാ സബ്അതു അബ്വാബിൻ, 7 വാതിലുകൾ നരകത്തിനുണ്ട്. ആ 7 വാതിലുകളും അല്ലാഹു അടച്ചു വെച്ച് സ്വർഗത്തിൻ്റെ 8 വാതിലുകൾ അല്ലാഹു തുറന്നു വെക്കും. ഇത് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഒരു സംഗതിയാണ്. അതാണ് 11 മാസങ്ങളിൽ നടക്കാത്ത ചില കാര്യങ്ങൾ റമദാനിൽ പ്രകൃതിയിൽ തന്നെ അല്ലാഹു ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസുദ്ദിഫത്തു ശയാത്തീൻ വമർദത്തുൽ ജിന്ന്, ജിന്നുകളിൽപ്പെട്ട വലിയ വലിയ പോക്കിരികളായ അല്ലെങ്കിൽ വലിയ വലിയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലക്കിടുകയും അവരുടെ ശക്തിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘൂകരിക്കുകയും ചെയ്യും. റമദാനിൽ മറ്റു മാസങ്ങളുടെ അപേക്ഷിച്ച് പിശാചിൻ്റെ ശക്തിക്ക് കുറച്ചൊരു കുറവ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തുമെന്നാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. വേറെ ചില ആളുകൾ പറഞ്ഞു, വസുദ്ദിഫത്തു ശയാത്തീൻ വമർദത്തു ജിൻ എന്ന് പറഞ്ഞാൽ പിശാചുക്കളിൽ പെട്ട വലിയ വലിയ പോക്കിരികളായ ആളുകൾ, അവരെ പിടിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കും. അവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം അവർക്ക് അല്ലാഹു പരിമിതപ്പെടുത്തി കൊടുക്കും. അപ്പോൾ ഏതായിരുന്നാലും തിന്മകൾ ചെയ്യുവാനുള്ള സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കുറക്കുന്നു റമദാൻ മാസത്തിൽ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകമായ പരിവർത്തനം അല്ലെങ്കിൽ പ്രകൃതിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാറ്റങ്ങൾ വരുത്തുകയാണ്. എന്നിട്ട് വീണ്ടും റസൂൽ പറഞ്ഞു, വയുനാദി മുനാദിൻ കുല്ല ലൈലത്തിൻ, അവിടെയും ലൈലത്ത് എന്ന രാത്രി എന്ന, എല്ലാ രാത്രിയിലും ആകാശലോകത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വയാ ബാഗിയൽ ഖൈർ, നന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങൾ മുന്നിലേക്ക് വരിക, തിന്മ ഉദ്ദേശിക്കുന്നവരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചുരുക്കുക എന്ന് ഓരോ രാത്രിയിലും ആകാശലോകത്ത് നിന്ന് മലക്കുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. നോമ്പ് നോൽക്കാൻ പറഞ്ഞാൽ നമുക്കത് ബാധ്യതയായിരുന്നു. പക്ഷേ ആ തഖ്വയുണ്ടാക്കാൻ വേണ്ട സാഹചര്യങ്ങളും അള്ളാഹു നമുക്ക് ഒരുക്കി തരികയാണ്. ഇത് അള്ളാഹു നമ്മോട് ചെയ്തൊരു വലിയൊരു കാരുണ്യമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞാൽ നോമ്പ് നോൽക്കണം. അത് ഏത് സന്ദർഭത്തിലാണെങ്കിലും നോമ്പ് നോൽക്കണം. പക്ഷെ അള്ളാഹു നമുക്ക് ഒരുപാട് ലഘൂകരണങ്ങളും ഒരുപാട് എളുപ്പവും നമുക്കുണ്ടാക്കി തന്നു. യാത്രക്കാരനാണെങ്കിൽ അവന് നോമ്പിൽ ലഘൂകരണമുണ്ട്. രോഗിയാണെങ്കിൽ അതിന് ചില പരിഹാരങ്ങൾ ഇസ്ലാമിലുണ്ട്. അതേപോലെ തന്നെ ഇനി ജീവിതകാലം മുഴുവൻ നോമ്പ് നോൽക്കാൻ കഴിയാത്തവനാണെങ്കിൽ അതിന് ചില പരിഹാരങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചു. ഇനി അങ്ങനെയുള്ള പല കാര്യങ്ങളും, അതുപോലെ തന്നെ അത്താഴം കഴിക്കാൻ വേണ്ടി പറഞ്ഞു, കുറച്ച് സമയങ്ങൾ മാത്രമേ നോമ്പുള്ളൂ. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നിട്ടും എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ സ്പെഷ്യലായിക്കൊണ്ട് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന ഒരു സൗകര്യങ്ങളാണ്. ഈ സൗകര്യങ്ങൾ ഒരു മനുഷ്യന് ഉപയോഗപ്പെടുത്തി റമദാനിനെ അവൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അവൻ നഷ്ടപ്പെട്ടവൻ തന്നെയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിലേക്ക് കയറിയപ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചല്ലോ, നമ്മൾ ഹദീസ് കേട്ടതായിരിക്കും. എന്നിട്ട് അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ജിബ്രീൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ? ഒരു മനുഷ്യൻ അയാൾ അതർക്ക റമദാൻ, ഒരു റമദാനിലേക്ക് അയാൾ പ്രവേശിച്ചു, റമദാൻ അയാൾ കണ്ടുമുട്ടി, ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് ആ റമദാനിൽ അയാൾ ജീവിച്ചിട്ട് പടച്ചിറപ്പിനോട് തൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് അത് പടച്ചിറപ്പിനോട് മാപ്പിരക്കുവാൻ അവന് സമയം കിട്ടിയിട്ടില്ല എങ്കിൽ റഹിമ അൻഫുറജുലിൻ, അയാളുടെ മൂക്ക് നശിച്ചു പോകട്ടെ, അല്ലെങ്കിൽ ആ മനുഷ്യൻ നശിച്ചു പോകട്ടെ.
അല്ലെങ്കിൽ അബ്അദല്ലാഹ്, അല്ലാഹു റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ആമീൻ, ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. റസൂൽ ആമീൻ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റമദാൻ വന്നിട്ട് ഒരു മനുഷ്യനിൽ ലഭിക്കേണ്ട ഏറ്റവും വലിയ നേട്ടം എന്താ? അയാളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പടച്ചറബിനോട് മനസ്സ് തുറന്ന് ഏറ്റുപറയാം. അള്ളാഹുവിനോട് സഹോദരന്മാരെ എന്ത് പറഞ്ഞാലും എല്ലാം നമുക്ക് പറയാൻ പറ്റിയത് അള്ളാഹിനോട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാര്യമാരോടും ചിലത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ബാപ്പാനോടും പലത് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ ഉമ്മാനോടും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം നമുക്ക് തുറന്ന് പറയാൻ പറ്റിയത് നമ്മുടെ രക്ഷിതാവായ പടച്ചറബ് മാത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പടച്ചറബിനോട് മനസ്സ് തുറന്ന് കെഞ്ചി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കാൻ ഒരു മനുഷ്യന് റമദാനിൽ സമയം കിട്ടാതെ അവൻ്റെ ജോലിയും മറ്റുമെല്ലാം തിരക്കിൽപ്പെട്ടുകൊണ്ട് അവൻ ഉഴലുകയാണെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമായിരിക്കുമല്ലോ ജിബ്രീൽ വന്നിട്ടുണ്ടാകുക. അല്ല, ജിബ്രീൽ വെറുതെ ഇഷ്ടപ്രകാരം വരില്ലല്ലോ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വന്നു. റസൂലുള്ളാഹിനോട് ആമീൻ പറയാൻ വേണ്ടി പറഞ്ഞു. റസൂൽ ആമീൻ പറഞ്ഞു. ഏറ്റവും അള്ളാഹുവിൻ്റെ അടുക്കൽ മുഖറബായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹുൽ അമീൻ, വിശ്വസ്താത്മാവ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ മലക്ക് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മലക്കിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയുന്നു. ഇത് നമ്മെ ഏറ്റവും ഭയപ്പെടുത്തേണ്ട ഒരു ഹദീസാണ്. അതുകൊണ്ട് റമദാൻ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കണം. നമ്മൾ വിചാരിക്കും റമദാൻ 1 കഴിഞ്ഞ് അല്ലെങ്കിൽ റമദാനിലേക്ക് കയറിയാൽ ഇപ്പോൾ 5 കഴിയട്ടെ എന്ന് പറയും. 5 കഴിഞ്ഞ നമ്മൾ ഒരുങ്ങിയിട്ടില്ല, ഖുർആനോത്ത് തുടങ്ങിയിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല, നമ്മൾ ബിസിനസ്സും കച്ചവടത്തിൻ്റെ തിരക്കാണ്. 5 ഇങ്ങോട്ട് കഴിയട്ടെ, ഇങ്ങോട്ട് തുടങ്ങാം. 5 കഴിഞ്ഞാൽ അപ്പം പിന്നെ കഴിഞ്ഞ് 10ആയി. 10 കഴിഞ്ഞ് ഏകദേശം കഴിഞ്ഞ് 15 കഴിയട്ടെ. 15 കഴിയുമ്പോഴത്തേക്ക് 20, 20 കഴിഞ്ഞ് പിന്നെ അവസാനത്തിലാണ് അവൻ പിന്നെ അന്തം വിടുക. വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പദപ്രയോഗം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അയ്യാമും മഅദൂദ. അല്ലാഹ് പറഞ്ഞത് ഒരു മാസമുണ്ട് എന്നല്ല പറഞ്ഞത്. അയ്യാമും മഅദൂദാത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രം. പെട്ടെന്ന് കഴിയും റമദാൻ. നമ്മൾ വിചാരിക്കും അതൊരു മാസം ഉണ്ടല്ലോ. അള്ളാഹുവിൻ്റെ പ്രയോഗം നോക്കി നിങ്ങളൊരു മാസം ഉണ്ടെന്നല്ലേ. ഷഹ്റു റമദാൻ, ആ റമദാൻ മാസത്തിലാണ് ഖുർആൻ ഇറക്കിയെന്ന് അവിടെ പറഞ്ഞു, ഷഹർ പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു അയ്യാമും മഅദൂദ, എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ടാവും. ആ നിർത്തം നിൽക്കുമ്പോൾ റമദാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് പ്രതീക്ഷിക്കാൻ സമയമില്ല. ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും സഹോദരന്മാരെ റമദാനിൽ ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ എണ്ണപ്പെട്ട മണിക്കൂറുകൾ മാത്രമേ റമദാൻ നമ്മുടെ കൂടെ ഉണ്ടാകുള്ളൂ. ആ റമദാൻ കഴിയുമ്പോഴേക്ക് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാവരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ പാപങ്ങൾ ഒന്നുപോലും പൊറുക്കപ്പെടാതെ ഈ റമദാൻ നമുക്ക് കഴിയാൻ പാടില്ല. അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതെല്ലാ വഴികളും നമ്മൾ അന്വേഷിക്കണം. പടച്ചറബിനോട് മനസ്സ് തുറന്ന് ആരും കാണാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അതാണ് ഈ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലോ രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൽ ഫർദ് നമസ്കാരങ്ങൾക്കുള്ള ശ്രേഷ്ഠതകളുണ്ട്. പക്ഷേ രാത്രി നമസ്കാരത്തെയാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കുകയും അത് പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താ? രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന നമസ്കാരമാണ്. ആരും കാണാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രഹസ്യമായിക്കൊണ്ട് നിൽക്കുന്ന അതിൽ ഖുശൂഉകൾ വർദ്ധിക്കും. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വം ഖീല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഹൃദയം ഏറ്റവും സ്ഥൈര്യത കിട്ടുന്ന വാക്കുകൾ നേരെ നിൽക്കുന്ന സമയമാണ് രാത്രിയുടെ അവസാന യാമങ്ങൾ. അത് ആരും കാണാത്ത പടച്ചറബിനോട് ഏറ്റുപറയുക. ആരും കാണുന്ന പറഞ്ഞാൽ ആളുകൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഇബാദത്തുകളുണ്ട്. ആരും കാണാതെ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഇഖ്ലാസ് നമുക്ക് വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിൻ്റെ ലക്ഷണമാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ മനസ്സിൽ നിഫാഖും റിയാവും വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ അയാൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? തൻ്റെ പരസ്യ ഇബാദത്തിലാണോ രഹസ്യ ഇബാദത്തിലാണോ അയാൾക്ക് കൂടുതൽ തഖ്വ കിട്ടുമെന്ന് പരിശോധിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആളുകൾ കാണുമ്പോൾ ചെയ്യുന്ന ഇബാദത്തിൽ നല്ല ഭക്തിയുണ്ട്, പക്ഷേ രഹസ്യമായി ആരും കാണാതെ ചെയ്യുന്ന ഇബാദത്തിലൊന്നും അത്ര ഭക്തിയില്ല എങ്കിൽ അയാൾ റിയാ കടന്നുകൂടാൻ സാധ്യതയുണ്ട്, കടന്നുകൂടിയിട്ടുണ്ട്. ആളുകളുടെ ലോകമാന്യത
എന്നാൽ ആളുകൾ കാണുമ്പോൾ ചെയ്യുന്ന ഇബാദത്തുകളേക്കാൾ കൂടുതൽ ഭക്തിയും അതുപോലെ തന്നെ ഖുശൂഉമൊക്കെ ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റക്ക് നിൽക്കുമ്പോഴുമാണ് ഉണ്ടാകുന്നതെങ്കിൽ അയാളിൽ തഖ്വയുണ്ട്, റിയ ഇല്ല എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ ഇത് പരീക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നോക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ റമദാനിൽ രഹസ്യമായ ഇബാദത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുകയും പടച്ചറബിനോട് ഏറ്റുപറഞ്ഞ് വതൂബു ഇലല്ലാ, നിങ്ങൾ അള്ളാഹുലേക്ക് തൗബ ചെയ്യണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഞാൻ ദിനേന എന്നോണം 100 തവണ അല്ലെങ്കിൽ 100-ലധികം തവണ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാ പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്ത് പോയിട്ട് തെറ്റിനോട് അടുക്കുക പോലും ചെയ്യാത്ത അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ റമദാനിൽ ഈ ഇസ്തിഗ്ഫാറിന് പ്രത്യേകം ഒരു സമയം നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അതിന് ജീവിതത്തിൽ ചര്യയായി നമ്മൾ സ്വീകരിക്കണം. കാരണം ബാക്കിയുള്ള ഇബാദത്തുകളൊക്കെ ഒരു യാന്ത്രികമായി നമ്മൾ ചെയ്തു പോകും. അത്താഴം കഴിക്കുക, നോമ്പ് വെക്കുക, നിസ്കരിക്കുക, ഇതിനൊന്നും പ്രത്യേകമായി നമ്മൾ ഒരുങ്ങേണ്ട ആവശ്യമില്ല. അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആ റൂട്ടിൽ അങ്ങനെ പോയിക്കോളും. പക്ഷെ നമ്മൾ ഒരുങ്ങുകയും നമ്മൾ മനസ്സ് വച്ച് മനഃപൂർവ്വം ഒരു ഇടപെടൽ നടത്തേണ്ട വിഷയമാണ് ഒന്ന് നമ്മുടെ ഇസ്തിഗ്ഫാറിൻ്റെ വിഷയം. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക അത്താഴത്തിൻ്റെ സമയങ്ങളിൽ. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ പറ്റി പറഞ്ഞതാണ്. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴത്തിൻ്റെ സമയങ്ങളിൽ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. റമദാൻ മാസത്തിൽ അല്ലാത്തപ്പോൾ ചിലപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എല്ലാവരും എഴുന്നേറ്റ് കൊള്ളണമെന്നില്ല. പക്ഷേ റമദാനിൽ അത്താഴത്തിന് വേണ്ടി നമ്മളെല്ലാവരും എഴുന്നേൽക്കുമല്ലോ. അത്താഴം കഴിക്കലുള്ള ഈ നോമ്പിൻ്റെ മുസ്ലിംകളുടെ നോമ്പിൻ്റെ സുന്നത്ത് കൂടിയാണ്. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അതിലൊരു ബർക്കത്തുണ്ടെന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും നോമ്പ് നോൽക്കുമ്പോൾ അത്താഴം കഴിക്കാറില്ല. അത് അവരുടെ നോമ്പിനോട് നമുക്കുള്ളൊരു മുഖാലഫത്താണ്, ഒരു എതിരിടലാണ്. ആ അത്താഴത്തിൻ്റെ സമയമാണ് ഇജാബത്തിന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇസ്തിഗ്ഫാറിന് പറ്റിയ സമയം. വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് അവർ അത്താഴത്തിൻ്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് എന്ന്. ഞാൻ നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും അത്താഴം കഴിക്കാൻ നീക്കും, എന്നിട്ട് ക്ലോക്കിലേക്ക് നോക്കും, ബാങ്ക് കൊടുക്കാൻ സമയമുണ്ടോ, ഒരു 10 മിനിറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി മയങ്ങും. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഒന്ന് ഉള്ളെടുത്ത് വരിക, അല്ലെങ്കിൽ കുറച്ച് ഖുർആൻ ഓതുക. ആ സമയത്ത് പടച്ചറബിലേക്ക് 2 കരങ്ങളും നീട്ടി നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു ഒരിക്കലും അത് തട്ടുകയില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പടച്ചറബിനോട് പറയാണ്ട്, നമ്മുടെ ആഖിറത്തിൻ്റെ വിഷയം പറയാണ്ട്, നമ്മുടെ ബർസഖിയായ ഖബറിൻ്റെ വിഷയം പറയാണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയം, നമ്മുടെ മക്കളുടെ വിഷയം, നമ്മുടെ ഭാര്യയുടെ വിഷയം, ദുനിയാവിൻ്റെ വിഷയങ്ങൾ, അള്ളാഹുവിനോട് എന്തും ചോദിക്കാം. എന്തും ചോദിക്കാൻ പറ്റിയത് അള്ളാഹുവിനോട് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരോടൊക്കെ എന്തും ചോദിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹു നമ്മുടെ മനസ്സറിയുന്നവനാണ്. നമ്മൾ സൃഷ്ടിച്ച സൃഷ്ടാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മൾ മനസ്സ് പടച്ചറബിനോട് തുറന്ന് ഈ റമദാൻ മാസത്തിൽ അതിന് ഏറ്റവും നല്ല സമയമാണ് നമുക്ക് കൈവരാൻ പോകുന്നത് അത്താഴത്തിൻ്റെ സമയം. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പാഴാക്കാതെ നമ്മുടെ ആ കാര്യം ശ്രദ്ധിക്കുകയും വേണം. എന്നിരുന്നാൽ നമ്മുടെ റമദാൻ നമുക്ക് ധന്യമാക്കാൻ കഴിയും. അതേപോലെ തന്നെ റമദാനിലെ ദിക്റുകളും ദുആകളും നമ്മൾ വർദ്ധിപ്പിക്കണം. ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്നും അനാവശ്യകരമായിട്ടുള്ള കാര്യങ്ങൾ വായിച്ച് രസിച്ച്, ഇപ്പോൾ ലോകകപ്പും ഫുട്ബോളൊക്കെ നടക്കല്ലേ, പല ആളുകൾക്കും കളിൻ്റെ കമ്പം കൂടിയിട്ട് രാത്രിയൊക്കെ തറാവിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ടി വിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളുണ്ടാകാം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടുകൾ വിനോദത്തിൻ്റെ വിഷയത്തിൽ അവൻ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഅ്മിനൂനിൽ ആദ്യ ഭാഗത്തിൽ അല്ലാഹ് പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നിസ്കാരത്തിൽ അവർ ഖുശൂ ഉള്ളവരാണ്, അങ്ങനെയുള്ള വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞെന്താ, വല്ലദീന ഹും അനിൽ ലഗ്വി മുരിദൂൻ, ലഗ്വിൻ്റെ വിഷയങ്ങളിൽ നിന്ന്, ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും, അതാണ് തഫ്സീർ അതിന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവൻ ആവശ്യമുള്ള പ്രവർത്തനമല്ല അത്, അവൻ ആവശ്യമില്ലാത്ത വാക്കാണത്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിയുന്നവനാണ്. അങ്ങനെയുള്ള അവൻ നിസ്കാരത്തിൽ ഖുശൂ 10 വിശേഷണങ്ങൾ അല്ലാഹു അതിൽ സൂറത്തുൽ മുഅ്മിനൂൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ 2ാമത്തെ വിശേഷനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഒഴിവാകുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇപ്പോൾ കേരളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫ്ലക്സിൻ്റെ കോടിക്കണക്കിന് രൂപ ഫ്ലക്സ് അടിച്ചിട്ട് നമ്മുടെ രാജ്യമല്ല, നമ്മുടെ അയൽരാജ്യത്തിൻ്റെ അയൽരാജ്യമല്ല, അതുപോലില്ലാത്ത രാജ്യത്തിന് വേണ്ടി ആളുകൾ ഫ്ലക്സ് അടിച്ച് അതിന് വേണ്ടി രാത്രി ഉറക്കൊഴിച്ച് എന്തൊരു ജിഹാദാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരു രൂപ ചോദിച്ചാൽ അതിൽ പിശുക്ക് കാണിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പരിപാടി ഉണ്ട്, ആ പരിപാടി മാരിപറ്റി ഇഷ പരിപാടിയാണെങ്കിൽ ഇഷാ ബാങ്ക്, അല്ലെങ്കിൽ 8 മണി 9 മണിൻ്റെ പരിപാടിയാണെങ്കിൽ ആ 9 മണിക്ക് പരിപാടി നിർത്തിയിട്ടില്ലെങ്കിൽ തുടങ്ങും മുറുമുറുപ്പ് ആളുകൾക്ക്. എന്താ ഇപ്പോൾ ഇയാൾ എന്ത് പ്രസംഗം അത് നടത്തണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. എന്നാൽ ഒരു ക്രിക്കറ്റ് കളി അല്ലെങ്കിൽ ഫുട്ബോൾ കളി അത് പിന്നെ നിശ്ചിത സമയത്ത് തീർത്തില്ല, പിന്നെ എക്സ്ട്രാ ടൈം കൊടുത്തു, എക്സ്ട്രാ ടൈമിന് പിന്നെ എക്സ്ട്രാ ടൈം കൊടുത്തു, എന്നാലും നമുക്കൊരു പ്രോബ്ലം ഇല്ല, അതങ്ങനെ ഇരുന്ന് നമ്മൾ കാണും. കാരണം നമ്മൾക്ക് അതിനോടാണ് ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയാ എന്നല്ല പറഞ്ഞില്ലേ, മനുഷ്യന്മാരെ പറ്റി പറഞ്ഞാണത്. നിങ്ങൾ ദുനിയാവിൻ്റെ ജീവിതത്തെയാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, എന്നാൽ ആഖിറമാണ് ഏറ്റവും ഖൈറായിട്ടുള്ളതും ഏറ്റവും എന്നെന്നും അവശേഷിക്കുന്നതും ആഖിറം. എല്ലാ ജുമുഅക്കും അല്ലെങ്കിൽ വെള്ളിയാഴ്ചകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുക. ദിക്റുകളും ദുആകളും നമ്മൾ വർദ്ധിപ്പിക്കുക. ദിക്റുകളും ദുആകളും ഒക്കെയാണ് രഹസ്യ ഇബാദത്തുകൾ. നമുക്ക് ഞാൻ പറഞ്ഞ രഹസ്യ ഇബാദത്തുകൾ നമുക്കുണ്ടാകണം. ആളുകൾ കാണുന്ന ഇബാദത്തുകളുണ്ട്, അതോടൊപ്പം തന്നെ അതിനാണ് നമുക്ക് കൂടുതൽ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടുക. ഓരോ ദിക്റിൻ്റെയൊക്കെ മഹത്വം റസൂല പഠിപ്പിച്ചെന്താ? ഒരു അൽഹംദുലില്ലയുടെ മഹത്വം സുബ്ഹാനല്ലാഹ് റസൂല പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു, ആ ചെറിയ പൈതലിനെ അള്ളാഹു തിരിച്ചു വിളിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അയാൾക്ക് കൺകുളിർമയുണ്ടാകുന്ന സന്ദർഭമാണ് അല്ലെങ്കിൽ ഒരു നിമിഷമാണ് തൻ്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾ അയാളുടെ മുമ്പിൽ കളിച്ച് ചിരിച്ച് നടക്കുന്ന ആ രംഗം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺകുളിർമയുണ്ടാകുന്നൊരു സന്ദർഭമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ സന്ദർഭത്തിലാണ് ഇബ്രാഹിം നബിൻ്റെ ചരിത്രം പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ ഫലമ്മാ ബലഗ മഅഹു സഅയ, ഇസ്മായിൽ നബിനെ അറക്കാൻ പറഞ്ഞ എപ്പോഴാണ്? ഇബ്രാഹിം നബിയുടെ കൂടെ ഓടിച്ചാടി നടക്കുന്ന ആ പ്രായം. അത് വല്ലാത്ത ഏതൊരു രക്ഷിതാവിനും ഏറെ പ്രയാസം ഉണ്ടാക്കുന്നൊരു ആ പ്രായമാണ്. രണ്ട് രക്ഷിതാവിൻ്റെ കൈ പിടിച്ച് നടക്കുന്ന ആ പ്രായം. ആ പ്രായത്തിലാണ് ഇസ്മായിൽ നബിനെ അറക്കാൻ വേണ്ടി അള്ളാഹ് പറഞ്ഞത്. ആ പ്രായത്തിലിരുന്നൊരു കുഞ്ഞിനെ അള്ളാഹു തിരിച്ചു വിളിച്ചാൽ ഈ രക്ഷിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഒന്നാമത്തെ വാക്ക് അൽഹംദുലില്ലാ എന്നാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അയാൾക്കൊരു സ്വർഗത്തിലൊരു വീട് കിട്ടും. ആ വീടിന് അള്ളാഹു പേര് വെച്ചു ബൈത്തുൽ ഹംദ്. അൽഹംദുലില്ലാ പറഞ്ഞതിനുള്ള വീടാണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു അൽഹംദുലില്ലാ വില എത്രയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ദിക്റുകൾ നമ്മൾ റമദാൻ മാസത്തിൽ വർദ്ധിപ്പിക്കുക. അതാണ് ഞാനും എനിക്കും നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാചകം ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ച് കാണാം. സലഫുകളിൽപ്പെട്ട ആളുകൾ കാനു ഇദാ സ്വാമു ഖഅദു ഫിൽ മസാജിദി, അവർ നമ്മുടെ മുൻഗാമികളായ ആളുകൾ നോമ്പ് നോറ്റല്ല, അവർ പള്ളിയിൽ പോയിരിക്കും. എന്നിട്ട് അവർ പറയും ഖാലു നഹ്ഫുദു സൗമന, ഞങ്ങളുടെ നോമ്പ് സംരക്ഷിക്കണം. എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനല്ല. റമദാൻ മാസമായി കഴിഞ്ഞാൽ രാവിലെ സുബഹിസ്കരിച്ച് അത്താഴം കഴിച്ച് സുബഹിസ്കരിച്ച് നല്ലോണം ചോറ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സുബഹിസ്കാരം തന്നെ പകുതി ഉറങ്ങിയിട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങും. ഒരു 9-10 മണി ആയാൽ നീക്കും. അങ്ങോട്ട് പേപ്പറൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് കുളിച്ചിട്ടൊന്ന് അങ്ങാടിയിൽ പോകും. അങ്ങാടിയിൽ നിന്ന് പിന്നെ വാങ്ങ് കൊടുത്താൽ പള്ളിക്കൊന്ന് കയറും. പള്ളിയിൽ സുബഹിസ്കരിച്ചാൽ പിന്നെ ഉറക്കം തന്നെ. പിന്നെ അസറസ്കാരത്തിന് നീക്കും. അസറസ്കാരത്തിന് നീച്ച് അസറസ്കരിച്ച് അങ്ങാടിക്കൊന്നിറങ്ങി ഒരു ബത്തക്ക അല്ലെങ്കിൽ സമൂസ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരും. ഇതാണ് റമദാനിലെ നമ്മുടെ പതിവ്. അത് കഴിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് പിന്നെ ഏശാനസ്കാരാകുമ്പോൾ തറാവീഹിന് വരും. ഒരു കാലിൽ നിന്ന് മറ്റേ കാലിൽ മാറ്റി ഒറ്റക്കാലിൽ നിന്നിട്ടാണ് നമ്മൾ പല ആളുകളും തറാവീസ്കരിക്കാറുള്ളത്. ഇതിനിടയ്ക്ക് ഖുർആൻ ഓതാനോ ഇസ്തിഗ്ഫാർ ചെയ്യാനോ സദഖ ചെയ്യാനോ ഒന്നും അയാൾക്ക് സമയമല്ല, അയാൾക്കത് ടൈമില്ല, ഉറങ്ങി തീർക്കണം. ഇങ്ങനല്ല. അതിനിടയിൽ ഒരുപാട് ആളുകൾ ഗീബത്തും നമീമത്തും അങ്ങാടിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ നാവിനെ നിയന്ത്രിച്ചേ മതിയാകൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, മല്ലം യദ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ തൻ്റെ നോമ്പിൽ അവൻ്റെ വാക്ക് അനാവശ്യ സംസാരങ്ങളും അനാവശ്യ പ്രവർത്തനങ്ങളും ജഹ്ല് വിഡ്ഢിത്തം ചെയ്യുക. നോമ്പ് ഒറ്റാൻ പിന്നെ മണ്ടത്തരം ചെയ്യാൻ പാടില്ല. അത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണത്. പൊട്ടത്തരം ചെയ്യാന്ന് പറഞ്ഞത്. ഒരു നോമ്പ് നോറ്റിട്ടൊരു മനുഷ്യൻ ജഹലിൻ്റെ പ്രവർത്തനങ്ങൾ വിവരക്കേടുകൾ ചെയ്യുകയും ചെയ്താൽ അവന് അവൻ്റെ ഭക്ഷണവും അതുപോലെ തന്നെ അവൻ്റെ പാനീയവും ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. എന്നവർ വെറും പണിയെടുക്കുകയാണ്, വെറുതെ പട്ടിണി കിടക്കാണ്.
എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ്, അവൻ തെറ്റ് ചെയ്യാൻ പാടില്ല. വലാ യസ്ഖബ്, ആ സംസ്കാര ശൂന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇനി വൈൻ സാബു അഹദുൻ ഔ ഖാതലഹു, ആരെങ്കിലും അവനെ ചീത്ത പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും അവനോട് ശണ്ട കൂടി കായികമായി നേരിടാൻ വന്നാൽ അവൻ പറയണം ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ ഏതെങ്കിലും അങ്ങനെയൊക്കെ അവൻ നോമ്പിനെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോമ്പ്, നമ്മുടെ നാവിന് നോമ്പ് വേണം, നമ്മുടെ കണ്ണുകൾക്ക് നോമ്പ് വേണം. അനാവശ്യകരമായ പരിപാടികൾ, ഇപ്പോൾ TV ചാനലൊക്കെ റമദാൻ മാസമായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ചാനൽ എന്ന് പറഞ്ഞാൽ റമദാനിന് ഓൽക്ക് ചാനൽ, ഓൽക്കത് ബിസിനസ്സാണല്ലോ. അപ്പോൾ ആളുകളെ മുസ്ലിങ്ങളെത്തിക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ ഒരു അരമണിക്കൂർ ക്ലാസ് വെക്കും. എന്നിട്ട് അരമണിക്കൂർ ക്ലാസ്സിൽ ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഉടുത്തൊക്കെ വെച്ചിട്ട് പരസ്യം ഉണ്ടാവും. എന്നിട്ട് ഈ നോമ്പ് നോറ്റ ആളിങ്ങനെ ഇരുന്ന് പ്രതിഫലം കാംക്ഷിച്ച് ഈ പരസ്യം കാണാണ്. അതിനിടയിൽ കൂടെ അവർ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതൊന്നും ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല ചാനലാരി പ്രഭാഷണം നടത്തുന്നു. അവരുടെ ബിസിനസ് തുറത്തിക്കൊണ്ടൊക്കെ റമദാൻ മാസത്തിൽ മുട്ടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ചില പൊടിക്കൈകളാണ്. നമ്മളതിലൊന്നും അകപ്പെടേണ്ട. അള്ളാഹുവിൻ്റെ ഖുർആൻ ധാരാളമായി കൊണ്ട് പാരായണം ചെയ്യുക. ഒരു ഹർഫ് ഓതിയിട്ടുണ്ടെങ്കിൽ 10 പ്രതിഫലമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ഒരു ഹർഫ് ഓതിയാൽ 10 പ്രതിഫലം. വലാ അഖൂലു ലക്കും അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം ഒരു ഹർഫാണ്, ഞാൻ പറയുന്നില്ല. അത് അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് വേറെ ഹർഫാണ്, ലാം വേറെ ഹർഫാണ്, മീം വേറെ ഹർഫാണ്. അപ്പോൾ അലിഫ് ലാം മീം ഊതിയാൽ ഏറ്റവും ചുരുങ്ങിയത് 10, ഏറി വന്നാൽ 700 വരെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകും. അല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ കൂടുതൽ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കും. ലോകത്ത് ഏത് വേദഗ്രന്ഥമാണ് പാരായണം ചെയ്താൽ കൂലി കിട്ടുന്ന വേദഗ്രന്ഥം? അള്ളാഹിൻ്റെ കിതാബ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ മുസാഫുകൾ ഉണ്ടാകണം. വിശുദ്ധ ഖുർആൻ റമദാനിൽ നമ്മൾ പാരായണം ചെയ്യണം. ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിൻ്റെ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആനിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമു സ്വലാത്ത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ. അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയും നിസ്കാരം മുറ പോലെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ ഒരിക്കലും നഷ്ടം വരാത്ത കച്ചവടമാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരായണം ചെയ്യുക എന്നുള്ളത് തന്നെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തറാവീഹ് നമസ്കാരങ്ങൾ, മൻ ഖാമ റമദാൻ ഈമാൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും റമദാനിൽ നമസ്കരിച്ചാൽ അവൻ്റെ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാം റമദാനും അതുപോലെ തന്നെ തറാവീഹുകളുമൊക്കെ പ്രത്യേകം ശ്രദ്ധയുണ്ടാകണം. സദഖകളും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നീട്ടി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാനിൽ സ്ത്രീകൾക്ക് വിട്ടുപോയ നോമ്പ് ശവ്വാലിൽ 6 നോമ്പ് എടുത്താൽ അത് വിട്ടുപോയ നോമ്പിലേക്കാകുമോ? അതല്ല ശവ്വാലിൽ തന്നെ വിട്ടുപോയ നോമ്പ് എടുക്കണോ? ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അറിയാൻ സാധിച്ചത് ശഅബാനിൽ വിട്ടുപോയ നോമ്പ് എടുക്കാറുണ്ടെന്നാണ്. ഇതിൻ്റെ മതവിധി എന്താ? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം റമദാൻ മാസത്തിൽ 30 ദിവസവും അല്ലെങ്കിൽ 29 ദിവസവും തുടർച്ചയായി നോമ്പ് നിൽക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശാരീരികമായ പ്രകൃതിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു പെണ്ണാണെങ്കിലും അവർക്ക് റമദാനിൽ നോമ്പുകൾ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ട നോമ്പ് ശഅബാനിലെ 6 നോമ്പ് എടുത്താൽ അത് വിടുമോ? ഒരിക്കലും വിടുകയില്ല. അത് സുന്നത്താണ്, ഇത് ഫർളാണ്. രണ്ടും 2 ഇബാദത്തുകളാണ്. ഫർള് നോമ്പ് ഫർളായിട്ട് തന്നെ എടുക്കണം. ഇനി ഫർള് നോമ്പ് ഉണ്ടായിരിക്കെ സുന്നത്ത് നോമ്പ് എടുക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. കാരണം ഒരു ഹദീസിൻ്റെ വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. മൻ സാമ റമദാന സുമ്മ അത്ബഉ സിത്തൻ, ആരെങ്കിലും റമദാൻ മാസം നോമ്പ് അനുഷ്ഠിക്കുകയും എന്നിട്ട് അതിനോട് 6 മാസം അതിന് 6 നോമ്പുകൾ തുറത്തുകയും ചെയ്താൽ കാന ലഹു കസിയാമി ദഹർ, ഒരു വർഷം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചവനെ പോലെ അതിന് പ്രതിഫലം കിട്ടും. കാരണം 30 ദിവസം എന്നാണെങ്കിൽ 30 × 10 300 ദിവസം നോമ്പ് നോറ്റവനെ പോലെയായി. 6 ദിവസം എന്ന് പറഞ്ഞാൽ 6 × 10 60. അപ്പോൾ 360 ദിവസം നോമ്പ് നോറ്റവനെ പോലെ, ഒരു വർഷം നോമ്പ് നോറ്റവനെ പോലെ അവനായിത്തീരും എന്ന് പ്രവാചകൻ്റെ ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ സുമ്മ അത്ബഉ സിത്ത് എന്ന് പറഞ്ഞാൽ ശവ്വാൽ റമദാൻ പൂർത്തിയാക്കിയ വ്യക്തിക്കാണോ അല്ലയോ എന്നത് തർക്കമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞിട്ടുള്ളത് റഹ്മഹുല്ലാ, അദ്ദേഹം പറഞ്ഞു റമദാനിൽ നോമ്പ് നോറ്റ് വീട്ടിയ ആൾക്ക് മാത്രമേ സുന്നത്ത് നോമ്പുകൾ നോൽക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ്. ഷെയ്ഖ് ഹുസൈമിൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു റമദാനിൽ നോമ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, നോറ്റുവീട്ടാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ശവ്വാലിലെ നോമ്പ് അയാൾക്കുണ്ടെങ്കിലും റമദാനിലെ നോമ്പ് നോറ്റുവീട്ടാനുണ്ടെങ്കിലും ശവ്വാൽ പോലെയുള്ള മാസങ്ങളിലെ സുന്നത്ത് നോമ്പുകൾ നോറ്റുവീട്ടാൻ അയാൾക്ക് കഴിയും, അല്ലെങ്കിൽ അനുവദനീയമാണ് എന്നതാണ്. ഏതായിരുന്നാലും റമദാനിലെ നോമ്പ് നോറ്റുവീട്ടാൻ കഴിഞ്ഞിട്ടാണ് നമുക്കത് ശഅബാൻ നോമ്പ് നോറ്റിടാൻ കഴിയുന്നതെങ്കിൽ അതാണ് ഏറ്റവും ഹൈറായിട്ടുള്ളത്. ഇനി ഒരാൾക്ക് കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അതിൻ്റെ പേരിൽ സുന്നത്ത് നോമ്പുകൾ അയാൾ ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം ബിസ്സവാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ നമുക്കെല്ലാം അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പഠിച്ചതിനനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുവാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.